ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവഭക്തിയുടെ മഹത്വം എന്നുള്ള വിഷയമാണ്. അതിനു മുൻപായിട്ട് നമ്മൾ ദൈവഭക്തിയുടെ മർമ്മം കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ള കാര്യത്തെ വിശദമായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവഭക്തിയുടെ മഹത്വം, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്, കർത്താവായ യേശുക്രിസ്തുവിലാണ് നാം കാണുന്നത്. തൻ്റെ വ്യക്തിജീവിതത്തെ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിൽ എങ്ങനെ പ്രകടമാകും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. ആ രീതിയിൽ നമ്മളുടെ ജീവിതങ്ങളെ ദൈവഭക്തിക്ക് അനുസാരമായി ക്രമീകരിക്കുവാൻ കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവഭക്തിയുടെ അളവ് എന്ന വിഷയമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവഭക്തനാണോ ഞാൻ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ഒരാളെയും ദൈവഭക്തനാണോ എന്ന് നമ്മെ ഒഴിച്ച് മറ്റാരെയും ദൈവഭക്തനാണെന്ന് അളക്കാൻ കഴിയില്ല. അതാണ് ദൈവഭക്തിയുടെ പ്രത്യേകത. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവും മാത്രവും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ എത്ര ഭക്തനാണെന്ന് ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറയാൻ സാധ്യമല്ല. നമ്മൾ പലപ്പോഴും വ്യക്തികളെ കാണുമ്പോൾ ഭക്തന്മാരാണെന്നോ അല്ലെങ്കിൽ നല്ല സ്പിരിച്വലാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതിനെ ഒന്നും വിമർശിക്കുകയല്ല. നമ്മൾ ചില പ്രവൃത്തികളെയോ അവർ ചെയ്യുന്നതായ ചില കാര്യങ്ങളെയോ ഒക്കെ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് അതിൽ തന്നെ ഒരു തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എത്ര ആത്മീകനാണെന്ന് നമുക്ക് പുറത്തുനിന്ന് തോന്നിയാൽ പോലും അകമേ ഭക്തനായിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പുറത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മോട്ടിവേഷൻ എന്താണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് ദൈവം വിലയിരുത്തുന്നത്. എന്താണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം? ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കില്ല, മറിച്ച് എൻ്റെ വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ പ്രവൃത്തി കാണുന്ന ഒരാൾ പറയും വളരെ നന്നായി ആത്മീകനായി ശുശ്രൂഷ ചെയ്യുന്നവനാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവൻ സെൽഫ് ഗ്ലോറിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഒരിക്കലും ഭക്തനായി പരിഗണിക്കുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് അല്പം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 1:14 തൊട്ട് 18 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ തന്നെ നമുക്കൊരു നല്ല സിനാരിയോ കിട്ടുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. തനിക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ചില മനുഷ്യർ ആ തക്കം ഉപയോഗിച്ച് അപ്പോസ്തലന്റെ പ്രവൃത്തി തങ്ങളുടെ പ്രവൃത്തിയും കൂടെ ആണെന്ന് കാണിക്കുവാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടെ അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ പുറത്തൊരാളെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന കണ്ട 100% സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നല്ല ആത്മീയനാണെന്നാണ് നോർമലി. പക്ഷെ അപ്പോസ്തലനായ പൗലോസോട് പറയുകയാണ്, അവരുടെ ഉദ്ദേശ്യം നല്ലതല്ല. അവരുടെ ഉദ്ദേശ്യം അപ്പോസ്തലൻ ഇങ്ങനെ മഹത്വം എടുത്ത് നടക്കുകയല്ല, ഞങ്ങളും മോശക്കാരൊന്നും അല്ല എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് ഭക്തനായതുകൊണ്ട് അവരെ കഠിനമായി വിമർശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് താൻ പറയുന്നത്? ഇനി അസൂയയാണെങ്കിലും പിണക്കമാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല, സുവിശേഷമല്ലേ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്യൂ അല്ല. അത് അവനും ദൈവവും തമ്മിൽ കണക്ക് തീർത്തുകൊള്ളും എന്നാണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതാണ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അളവുകോലായിട്ട് താൻ വച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ ആശയം, നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് മനുഷ്യനെ അളക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ശമൂവേൽ ഇശായിയുടെ ഭവനത്തിൽ എത്തുമ്പോൾ അവിടെ താൻ തൻ്റെ മക്കളെ അഭിഷേകം ചെയ്യുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് മൂത്തവനെ തൊട്ട് എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നല്ല ബലശാലിയായ മൂത്ത പുത്രനെ കണ്ടപ്പോൾ ശമൂവേൽ ധരിച്ചു ഇവനായിരിക്കുമെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, അല്ലല്ല, മനുഷ്യൻ
പുറത്തുനിന്നുള്ളത് കാണുന്നുള്ളൂ, അകമയുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. 7 പേരെയും കൊണ്ടുവന്നു, ഒന്നും നടന്നില്ല. അവസാനം പറഞ്ഞു ഇനി വല്ലവനും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു പീക്കിരി പയ്യൻ, അവൻ അവിടെ ആടിനെ നോക്കി കിടക്കുക. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനായിരുന്നു ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക് ഒരിക്കലും ഒരു ഭക്തനെ തിരിച്ചറിയുവാനായിട്ടുള്ള കെൽപ്പ് ഇല്ല. ഭക്തനെ തിരിച്ചറിയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം നമ്മളുടെ അന്തരിന്ദ്രിയങ്ങളെ, നമ്മളുടെ എല്ലാ ആലോചനകളെ, നമ്മളുടെ മനസ്സിന്റെ ഉദ്ദേശ്യ ശുദ്ധിയെ കൃത്യമായിട്ട് അറിയുന്നവൻ ഒരാളേ ഉള്ളൂ. അത് നമ്മെ ഉളവാക്കിയ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ഭക്തനാണോ അഭക്തനാണോ എന്ന് വിലയിരുത്താൻ പോകേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ഒരു ഭക്തനെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ക്ലൂ തരുന്നുണ്ട്. ആ ക്ലൂ എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട്, കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പലപ്പോഴും ഒരുപോലെ തന്നെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവൻ ഭക്തനായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവനാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ പ്രകടമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. പ്രത്യേകിച്ച് അത് നിരന്തരമായി നമ്മിൽ പ്രദർശിപ്പിക്കപ്പെടണമെങ്കിൽ നല്ല ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. എന്നാൽ അതല്ല നമ്മുടെ ഇഷ്യൂ. നമ്മൾ എങ്ങനെ ഭക്തന്മാരായിരിക്കുമെന്ന് നമ്മളെക്കുറിച്ച് വിലയിരുത്തുക, അതാണ് നമ്മളുടെ അളവുകോൽ. എങ്ങനെയാണ് നമ്മൾ ഒരു ഭക്തനെ വിലയിരുത്തുക എന്ന് ചോദിച്ചാൽ ആൻസർ വളരെ ക്ലിയർ ആണ്. ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനോട് സാമ്യമുള്ളവൻ ആണ്. എൻ്റെ കർത്താവിനോട് ഞാൻ എത്രമാത്രം സാമ്യമുള്ളവനാണ്. കർത്താവിനെ പോലെ ഞാൻ ചിന്തിക്കുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ഒക്കെയാണോ? ഇതാണ് നമ്മളുടെ അളവുകോൽ. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചിട്ടുള്ള പഠനം തന്നെയാണ്. കർത്താവിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അവന്റെ വ്യക്തി സ്വഭാവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് പാട്ടില് പാടിയപ്പോൾ ഭക്തി അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല എന്നുള്ളത് നമ്മളവിടെ പാടി. അതിനുവേണ്ടി കെഞ്ചണം, വാഞ്ചിക്കണം, കെഞ്ചണം എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അല്ലേ? അതിൻ്റെയൊക്കെ അർത്ഥം കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം അല്ല. നമുക്കതിനാവശ്യമായിരിക്കുന്ന എല്ലാ റിസോഴ്സുകളും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പുത്രത്വം തന്നു, നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു, കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് എക്സർസൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ശത്രു നാം തന്നെയാണ്. നമ്മുടെ സ്വയം താഴെ വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. പലപ്പോഴും ലോകം, ജഡം, പിശാച് എന്നീ 3 ശത്രുക്കളെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ശത്രു ഞാൻ മനസ്സിലാക്കുന്നത് ജഡം തന്നെയാണ്, നമ്മൾ തന്നെയാണ്. പിശാചിനെയും ലോകത്തെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ശത്രു, നമ്മിൽ തന്നെയുള്ള ശത്രു, അവനാണ് ഏറ്റവും വലിയ ശത്രു. അവനാണ് ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് നമ്മെ കീഴ്പ്പെടുത്താതെ വണ്ണം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കരയുന്നത്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജഡത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ജഡത്തിൽ പാപം വസിക്കുകയാണ്. ഈ പാപം എന്നെ നന്മ ചെയ്യാനല്ല തിന്മ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. അതാണ് തൻ്റെ കരച്ചിൽ. പക്ഷെ താൻ അവിടെ അവസാനിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ രക്ഷയുടെ പാത, നമ്മളെ ഭക്തന്മാരാക്കുന്നതിന് നമ്മുടെ ജഡം എതിരാണെങ്കിൽ അതിനെ വിജയിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനിലൂടെ മാത്രമേ നമുക്ക് ഭക്തന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ഭക്തി വളരെ വ്യക്തമാണ്. പക്ഷെ മനുഷ്യരിൽ നിന്ന് അത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 8:40 നമുക്കൊന്ന് വായിക്കാം. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. ദൈവത്തിന് മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ, നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്ത് അരുളണമേ. അഥവാ ദൈവഭക്തി നമുക്ക് നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന്
ആണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചിന്തിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കിടക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവിടണം. എങ്കിൽ മാത്രമേ ഭക്തന്മാരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം ആണ്. അതിനെ നാം വാഞ്ചിക്കണം, പിന്തുടരണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാം. യഥാർത്ഥ ദൈവഭക്തിയുടെ അളവെന്നത് വിശ്വാസമാർഗത്തിന്റെ പ്രവൃത്തികൾ അല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സഭായോഗം എത്ര അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സഭയിൽ എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയിൽ ഞാൻ ആരാധനയ്ക്ക് തോട്ട് പറയുന്നുണ്ടോ, ഞാൻ ചിന്തകൾ പങ്കിടാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ, സ്തോത്രം ചെയ്യാറുണ്ടോ, ഇങ്ങനെ ചില മതങ്ങളുടെ പ്രവൃത്തികളല്ല ദൈവഭക്തിയുടെ അളവുകോൽ. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെയും ഭക്തനും അഭക്തനും ചെയ്യാൻ പറ്റും. ഭക്തനും അഭക്തനും ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നതിന്റെ ആശയം, ഭക്തൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നിമിത്തമാണെങ്കിൽ അഭക്തന് അത്ര നല്ല മനസാക്ഷിയൊന്നും ഉണ്ടാവുകയില്ല. ഭക്തന്റെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കുകയും ഉപകാരമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അഭക്തന്റെ പ്രവൃത്തി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ആണ്. ആ ദിവസം സകലത്തെയും ശോധന ചെയ്യും. തീ കൊണ്ട് ശോധന ചെയ്യും. നിലനിൽക്കുന്നത് പ്രതിഫലം കൈപ്പറ്റും, അല്ലാത്തതൊക്കെ കത്തിപ്പോകും. അവിടെ എഴുതിയിരിക്കുന്ന ഛേദം വരുമെന്നാണ്. വളരെ ഭയപ്പെടേണ്ട ഒരു പോയിന്റാണത്. ഛേദം വരും. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ മനസാക്ഷി നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് ചെയ്യാവൂ. കർത്താവിന്റെ വചനത്തില് കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ ഇങ്ങനൊരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാക്ക്, നിർബന്ധത്താൽ അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മളെ ആറ്റിറ്റ്യൂഡ് ആ മൊമെന്റിൽ നമ്മളൊരു പ്രത്യേക കാര്യം, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പോ എന്ത് ഹെൽപ്പും ആകട്ടെ, അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ എനിക്ക് അത് നല്ല മനസാക്ഷിയോടുകൂടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സഹോദര സഹോദരി ചെയ്യണ്ട. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? നീ ചെയ്തിട്ടൊരു കാര്യവും ഇല്ല. അതെന്താ? നിന്റെ മനസാക്ഷി ശരിയല്ലെങ്കിൽ നീ ആ പ്രവൃത്തി കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. നിന്നെ ദൈവം വിധിക്കുന്ന നാളിൽ കൃത്യമായിട്ട് അത് പുറത്തു വരും. നീ എന്ത് ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിച്ചത്, നിന്റെ മനസ്സിൽ എന്തായിരുന്നു നീ ചിന്തിച്ചത്, അത് വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് പ്രശംസയില്ലാതെ പോകും. അതുകൊണ്ട് പ്രവൃത്തികളല്ല നമ്മെ ഭക്തന്മാരാക്കുന്നത്, മറിച്ച് ഭക്തന്മാരാണ് ദൈവഹിത പ്രകാരം പ്രവൃത്തികളെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 3:18 നമുക്ക് വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഇതിന്റെ പശ്ചാത്തലം പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് മോശയുടെ മുഖം പ്രകാശിച്ചതാണ് ഇതിന്റെ പശ്ചാത്തലം. ദൈവവചനം താൻ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോൾ ദൈവത്തോടുള്ള തൻ്റെ ആ സാമീപ്യം തൻ്റെ മുഖത്തെ ത്വക്കിനെ പ്രകാശിപ്പിക്കുവാനിടയായി. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഇസ്രായേൽ മക്കൾ കണ്ടപ്പോൾ അവർക്കത് ഭയം ഉളവാക്കിയത് കൊണ്ട് താൻ മൂടുപടം എടുത്ത് മൂടി. ആ മൂടുപടം ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മൂടുപടം നീങ്ങിയ അവസ്ഥയാണ്. കാരണം നമ്മൾ അടിമത്വത്തിലല്ല, സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. ഇപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മൂടുപടമുള്ള മുഖമല്ല, മറിച്ച് മൂടുപടം നീങ്ങിയ മുഖമാണ്. ആ മൂടുപടം നീങ്ങിയ മുഖത്ത് നാം എന്താണ് കാണിക്കേണ്ടത്? കർത്താവിന്റെ തേജസ്സിനെ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിന്റെ തേജസ്സിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങളെ അഥവാ കർത്താവിനെ നമ്മൾ പ്രകാശിപ്പിക്കണം. അങ്ങനെ നമ്മൾ കർത്താവിന്റെ ആ തേജസ്സിനെ കണ്ണാടി പോലെ നമ്മൾ പ്രതിബിംബിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെ ലോകത്തെ കാണിക്കുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പറഞ്ഞതിന്റെ ആശയം ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുകയാണ്.
നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, ഓരോ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴും കർത്താവിന്റെ തേജസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാ കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ദിവ്യ സ്വഭാവം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ തേജസ് നമ്മിൽ കടന്നു വരികയും നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി വി വിൽ ബി റിഫ്ലക്റ്റിംഗ് അവർ ലോർഡ് ഇൻ അവർ ലൈഫ്. അവനെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ കൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കുന്നവരായി തീരും. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മോശയ്ക്ക് താത്കാലികമായി ഒരു തേജസ് കിട്ടി, നമ്മൾക്ക് അങ്ങനെയല്ല, അത് പെർമനന്റ് ആണ്. ആ താൽക്കാലികമായി കിട്ടിയ തേജസ് അത് മറച്ചു വെക്കേണ്ടി വന്നു. കാരണം അത് ഉൾക്കൊള്ളുവാൻ അടിമത്തത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കാര്യം അങ്ങനെയല്ല. സ്വപുത്രന്റെ ആത്മാവിനെ തന്നിട്ട് ദൈവം പറയുക, എൻ്റെ മകന്റെ പോലെ നിങ്ങൾ തേജസ്സുള്ളവരായി ഈ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കാണിച്ചു കൊടുക്കുക. ഇതാണ് ദൈവം നമുക്ക് തരുന്ന മെസ്സേജ്. പ്രിയമുള്ളവരെ, ദൈവഭക്തന്മാർക്കാണ് അത് സാധിക്കുക. ദൈവഭക്തന് മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ശരിയായിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ 2 തരം പരിജ്ഞാനങ്ങളെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്, ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉണ്ട്. ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവം സ്നേഹമാണ്, അത് ദൈവത്തിന്റെ ക്യാരക്ടറാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയാം. എന്നാൽ ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഈ ദൈവത്തിന്റെ ഇഷ്ടം, അതിന്റെ പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിങ്കിലേക്ക് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പല അളവിൽ നമ്മിൽ വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ, സ്നേഹത്താൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം സ്നേഹമാണ് എന്ന പരിജ്ഞാനത്തിന്റെ സബ് ഡിവിഷൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞു മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ ഒരാൾക്ക് ദാനം ചെയ്യുന്നു ദൈവത്തിന്റെ സ്നേഹത്താൽ, അല്ലേ? കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി കവിയുന്ന ഒരളവ് മടിയിൽ കിട്ടും. ദൈവേഷ്ടമാണത്, നമ്മൾ കൊടുക്കണമെന്നുള്ളത്. പക്ഷെ എന്താണ് കൊടുക്കുന്നതിന്റെ ചേതോവികാരം? സ്നേഹം. മനസ്സിലായല്ലോ? അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ, ദൈവേഷ്ടമാണത്. എന്താണ് അതിന്റെ ചേതോവികാരം? സ്നേഹം. ഈ ദൈവേഷ്ടങ്ങളൊക്കെ എവിടേക്കാ ചെല്ലുന്നേ? ദൈവം സ്നേഹമാണ് എന്നുള്ള ആത്യന്തിക കൽപ്പനയിലേക്ക്. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലായോ? ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനങ്ങളൊക്കെയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്കാണ് ചെന്ന് എത്തുന്നത്. ഇതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇതല്പം ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ. പക്ഷേ ദൈവത്തെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മിലേക്ക് മാപ്പ് ചെയ്യുക, നമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള സകല പ്രവൃത്തികളും ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുവാൻ ഇടയായിട്ട് തീരും. വെറുപ്പ് എന്നിൽ കാണുകയില്ല. ഒരുത്തനെയും വെറുക്കാൻ പിന്നെ എനിക്ക് സാധിക്കുകയില്ല. കാരണം വെറുപ്പ് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്ന് ആണ്. അതെന്നിൽ ഒരു സ്ഥാനവും പിന്നെ അതിനില്ല. എനിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യാനേ പറ്റൂ? സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ. ഇതാണ് കർത്താവിനെ പ്രതിബിംബിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. ജെയിംസ് യാക്കോബ് 1:27. ഇവിടെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വ്യക്തിപരമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ നാം വായിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ. എന്താണെന്ന് അവിടെ പറയുകയാണ്. എന്താണ് ആ ഭക്തി? അനാഥരെ, വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക,
അതിലേക്ക് ഞാൻ ദീർഘമായി കടക്കുന്നില്ല. അനാഥരുടെയും വിധവമാരുടെയും പിതാവായിരിക്കുന്നവൻ പറയുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ പോയി കാണണം. അതാണ് പറയുന്നതിൻ്റെ ആശയം. രണ്ടാമത്തെ ഭാഗമാണ് കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളുക. ഇത് ഭക്തൻ ചെയ്യുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. എനിക്കൊരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? യേശു എൻ്റെ കർത്താവ് ആണ്. അവന് കളങ്കം വരുത്തുന്ന, അവൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന, ഞാൻ അവൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന എന്ന് പറയുമ്പോൾ, ദൈവനാമം എൻ്റെ മേലിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവനാമമാണ് ദൂഷിക്കപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ പ്രവൃത്തികൾ നിമിത്തമാണ്. ദൈവത്തിൻ്റെ നാമം ശുദ്ധമില്ലാതെ ആകുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം, ദൈവനാമം ഇരിക്കുന്ന മനുഷ്യർ പാപത്തിൽ അകപ്പെട്ടു പോയാൽ ദൈവത്തിനാണ് അതിൻ്റെ പോരായിക വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളണം. അതാണ് ദൈവഭക്തി. അപ്പോൾ ദൈവഭക്തിയുടെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എത്രമാത്രം നമ്മൾ ദൈവാനുരൂപമായി തീരുന്നുണ്ട്, കർത്താവിനെ പോലെ ആയി തീരുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്താലുള്ള മാലിന്യങ്ങളെ വിട്ടകന്ന്, ലോകത്താലുള്ള കളങ്കങ്ങളെ വിട്ടകന്ന് നമ്മളെ തന്നെ ദൈവ സ്വഭാവത്തിലേക്ക് ഏകീകരിക്കുമ്പോൾ നമ്മൾ ഭക്തന്മാരായി തീരുകയാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ട് തീരുകയാണ്. അപ്പോൾ ദൈവഭക്തി, നമ്മൾ മറ്റുള്ളവരുടെ ഭക്തി അളക്കാൻ നടക്കണ്ട. അത് നമ്മളെ കൊണ്ട് നടക്കില്ല. അത് ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ അളക്കാനായിട്ട് ശ്രമിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്ന് വിലയിരുത്തുക, ഞാൻ ഈ ചെയ്യുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നിമിത്തം ആണോ? ഞാൻ പറയാൻ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തന്മാരായി തീരുമ്പോണ്ടല്ലോ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആ മനോഭാവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മാറും. നമ്മൾ ഒരു കാര്യം റിയലൈസ് ചെയ്യും. അതെന്താണെന്നറിയോ? മനുഷ്യർക്ക് ഞാൻ കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന് ആദ്യമായിട്ട് റിയലൈസ് ചെയ്യും. അതെന്താ? എനിക്ക് കണക്ക് കൊടുക്കേണ്ടത് ഒരുത്തൻ്റെ അടുക്കലാണ്. അത് ആരുടെ അടുക്കലാണ്? എൻ്റെ അപ്പൻ്റെ അടുക്ക പോയിട്ട് എനിക്ക് കണക്ക് കൊടുക്കണ്ടു. വേറെ ആരുടെ അടുക്കും കണക്ക് കൊടുക്കണ്ട. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് കരുതുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. പിന്നെയോ, എൻ്റെ അപ്പൻ്റെ സ്വഭാവമായിരിക്കും ഞാൻ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നെ വെറുത്താലും ഞാൻ സ്നേഹിക്കും, എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ സ്നേഹിക്കും. കാരണം എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. ഇതാണ് ലോകത്തെ ജയിക്കുന്ന ജയം. ഒന്ന് യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത്. ലോകത്തെ ജയിക്കുന്ന ജയമോ? നമ്മളുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിക്കുന്ന ആരാണ്? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? ലോകത്തിന് പിന്നെ നമ്മുടെ മേൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. മനുഷ്യർ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് ഇമ്മാറ്റീരിയൽ. എനിക്കതൊരു വിഷയമേ അല്ല. മറിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വഭാവമായിട്ട് മുന്നോട്ട് പോകും, എൻ്റെ മിനിസ്ട്രി മുന്നോട്ട് പോകും. എനിക്ക് ദൈവം വരവേൽപ്പിച്ചിരിക്കുന്നതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. എപ്പോഴും തന്റെ ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. യെശയ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. തെരുക്കളിൽ അവന്റെ ഒച്ച കേൾക്കുകയില്ല. അവനൊരു കംപ്ലൈന്റും പറയില്ല. അവൻ തളരില്ല. പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുക എന്നുള്ള ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവനെ തളർത്തുവാനായി ധാരാളം പേർ തന്റെ ചുറ്റുമുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. അത് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വർക്ക് ചെയ്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ. നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് പോകണം. ആളുകൾ എന്ത് പറയുന്നു പറയുന്നില്ല, എന്ത് വിലയിരുത്തുന്നില്ല, എന്ത് മാർക്കിടുന്നു ഇല്ല. ഇറ്റ്സ് ഇമ്മാറ്റീരിയൽ. അതിനൊരു വിലയും നമ്മുടെ മേലില്ല. കാരണം ഞാൻ ദൈവ ഭക്തനാണ്. ദൈവത്തിന് മാത്രം കണക്ക് കൊടുക്കുവാൻ എനിക്ക് ആവശ്യമുള്ളൂ. ഈ തിരിച്ചറിവ് നമ്മെ വാസ്തവത്തിൽ സ്വതന്ത്രരാക്കും. അല്ല എങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്നറിയോ? സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്ന് തരിപ്പണമായി പോകും.
എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെയായി പോകും. പക്ഷേ ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റും യഥാർത്ഥ ദൈവഭക്തനായി തീരുമ്പോൾ. പിന്നെ നമ്മൾ ആരെക്കുറിച്ചും ഒരു വേവലാതിയും നമുക്ക് ഇല്ല. കാരണം എൻ്റെ മേലെ അതിനൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഞാനും എൻ്റെ പിതാവും തമ്മിൽ എപ്പോഴും ലൈവ് കണക്ഷൻ ഉണ്ട്. അവൻ്റെ മുഖമാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരുടെയും മുഖം എനിക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. ഈ തിരിച്ചറിവ് ദൈവഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇനി പർപ്പസ് ഓഫ് ഗോഡ്ലിനെസ്, അത് ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് പല പ്രാവശ്യം പറയുകയുണ്ടായി ഇതിനു മുമ്പ്. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? ആദാമിൽ തുടങ്ങി വെച്ച പ്രശ്നമൊക്കെ ആകെ പൊട്ടിപ്പാളീസായി. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മുഖാന്തരം നമുക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കി. നമ്മളെ പിന്നെയും മക്കൾ എന്നുള്ള സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. വി ഹാവ് എ സെക്കൻഡ് ലീസ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ ഒരു സാഹചര്യം കൂടെ ദൈവം ഒരുക്കി തന്നു, മക്കൾ എന്നുള്ള സ്ഥാനം. എന്നിട്ട് ദൈവം തൻ്റെ പുത്രന്റെ സ്വരൂപത്തെ നമ്മുടെ മേലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അതിനായിട്ട് തൻ്റെ പുത്രന്റെ ആത്മാവിനെ നമുക്ക് തന്നു. നമ്മെ അത് പണിയുവാൻ തക്കവണ്ണം ദൈവസഭ എന്നുള്ള സവിധം ഉണ്ടാക്കി തന്നു. അവിടെ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവം ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം? വാട്ട് ഈസ് ദ പർപ്പസ്? ആ പർപ്പസ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ഒരു ഉദ്ദേശ്യമുണ്ട് അതിൻ്റെ പിറകിൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ എന്ന് ചോദിച്ചാൽ, സ്വർഗമൊക്കെ കാണാൻ നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. സ്വർഗം നല്ല സ്ഥലമാണ്, പക്ഷേ അതല്ല ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം. സ്വർഗമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം അവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും സ്വർഗം തങ്കവീതി എന്നൊക്കെ പറയുമ്പോൾ അതാണ് വലിയ കാര്യം. അതൊരു വിഷയമേ അല്ല. ദൈവമില്ല എങ്കിൽ ആ തങ്കവീതിക്കും ഒരു വിലയില്ല, ഒരു കാര്യത്തിനും വിലയില്ല. ദൈവമാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഇടം അത് സ്വർഗം അല്ല. കാരണം സർവ നന്മകളുടെയും ഉറവിടമായിരിക്കുന്നവൻ ഇരിക്കുന്ന ഇടമാണ് സ്വർഗം. സ്വർഗം ഇനി ഭൂമിയിലേക്ക് വരും. നമുക്കറിയാലോ അല്ലേ അത്, അല്ലേ? കാലസമ്പൂർണതയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർഗവും ഭൂമിയും ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. സ്വർഗവും ഭൂമിയും ഒന്നായി തീരും. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ആശയം എന്താണ്? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും, അഥവാ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അന്നാണ് അത് സംഭവിക്കുക. സ്വർഗം ഭൂമിയിലേക്ക് വരും, കാരണം ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരും. സ്വർഗം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആ മെറ്റീരിയൽ ആണ് വലിയ കാര്യമെന്ന് വിചാരിച്ചിരിക്കരുത്. മെറ്റീരിയൽ ഹാസ് നോ വാല്യൂ. ഇവിടുത്തെ മെറ്റീരിയൽ വേൾഡിൽ ജീവിച്ച് നമ്മൾ അങ്ങനെയാ ട്യൂണ്ടായിരിക്കുക. സ്വർണവും തങ്കവും നല്ല എന്താ പറയുന്നത്, അവിടുത്തെ തങ്കത്തെ കുറിച്ച് പറയുന്നത് ട്രാൻസ്പെറന്റ് എന്നാണ്, അല്ലേ? ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് തങ്കം, അങ്ങനെ ഒരു സംഭവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പുതുമയാണ്. പക്ഷെ അതൊന്നുമല്ല പുതുമ. അവിടുത്തെ പുതുമ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പിതാവിന്റെ മുഖം കാണും. അതാണ് പുതുമ, അതാണ് വലിയ കാര്യം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെ കാണുന്നതിന് കാരണമുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ദൈവഭക്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം മക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? അവരിലൂടെ, ഈ മക്കളിലൂടെ, ദൈവത്തിന്റെ പുത്രന്റെ അതേ സ്വരൂപത്തിലുള്ള മക്കളിലൂടെ തൻ്റെ ഭാവി കാല പരിപാടികളെ നടത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പർപ്പസ്. അതാണ് ഉദ്ദേശ്യം. നമ്മൾ വലിയ തിരക്കുള്ളവരാകാൻ പോവുകയാണ്. ഇപ്പൊ ചിലരൊക്കെ വിചാരിച്ചു അവിടെ ചെന്നിട്ട് വേണമെന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു, അല്ലേ? അവിടെ ചെന്നിട്ട് വേണമെന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ക്ഷീണമില്ല. അവിടെ രാത്രിയും ഇല്ല. രാത്രിയില്ലെങ്കിൽ ഉറക്കവും ഇല്ല. ഒച്ചപ്പോ ഇനിയിപ്പോ അവിടെ പോയി ഉറങ്ങാനും പറ്റില്ലേ? ഇല്ല, ഉറക്കമില്ല അവിടെ. ഈ ഉറക്കവും ക്ഷീണവും ഒക്കെ ഇവിടെയുള്ള പ്രശ്നമാണ്. ഒക്കെ തീരും.
ഓൾവേസ് വി വിൽ ബി വർക്കിംഗ്. എപ്പോഴും വർക്ക് ചെയ്യുന്നവരായിരിക്കും നമ്മൾ. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. അവനാണ് നമ്മുടെ പരിപാലകൻ. ആ മക്കളാണ് നമ്മൾ. നമ്മുടെ അപ്പൻ്റെ പോലെയാവും നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കമില്ല, ഒന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ മഹത്വമുള്ള കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ച് എപ്പോഴും അവനെ സേവിക്കുന്ന മക്കളായിരിക്കും നമ്മൾ. അവിടെ ഉറക്കമില്ല, ക്ഷീണമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. അതൊക്കെ ഈ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മാറും. നമ്മൾ നമ്മുടെ പിതാവിനെ സേവിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉളവാക്കി ഭൂമിയെ വാഴുവാൻ ആക്കി വെച്ച ആദാം ലംഘന നിമിത്തം അവന്റെ വാഴ്ച അവസാനിപ്പിച്ചു. ഉൽപ്പത്തി 1:28 നമുക്കൊന്ന് വായിക്കാം. വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോകാം. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. ശ്രദ്ധിക്കേണ്ട പദം വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. റൂൾ ഓവർ ദം, നിങ്ങൾ അതിന്റെ മേൽ വാഴണം. അതിനുവേണ്ടിയാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ആരുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും? ദൈവത്തിന്റെ ഇമ്മീഡിയറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട്, ദൈവത്തിന് പകരമായിട്ട് ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു വാഴുവിൻ. പക്ഷെ ആ വാഴ്ച കുറച്ച് ദിവസങ്ങൾ, ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അധികം കാലം നീണ്ട് നിന്നില്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉളവാക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേടിനാൽ മരണം ഉള്ളവനായി തീർന്നു, പാപമുള്ളവനായി തീർന്നു. അങ്ങനെ വാഴ്ച അവിടെ ഏദൻ തോട്ടത്തെ നോക്കാൻ വേണ്ടിയാണ് ആദമിനെ ഏൽപ്പിച്ചത്. പക്ഷെ അവൻ ആ ജോലിക്ക് അയോഗ്യനായി തീർന്നു. കാരണം ദൈവസ്വരൂപത്തിൽ നിന്ന് അവൻ വീണുപോയി. അവന്റെ ക്യാരക്ടർ നശിച്ചു പോയി, പാപിയായി തീർന്നു. ഇപ്പൊ പിശാചിന്റെ ക്യാരക്ടർ ഉള്ളവനായി തീർന്നു. നമ്മൾ ഈ പാപം എന്ന വിഷയം ഇനി ഒന്നും കൂടെ പഠിപ്പിക്കുമോ? അതെങ്കിലും ഞാൻ പറയാം. പാപത്തെ ലാഘവ ബുദ്ധിയോടെ കാണരുത് കേട്ടോ. ഈ പാപം എന്ന് പറയുന്ന കാര്യം നമ്മുടെ വ്യക്തിയെ വികൃതമാക്കുന്ന കാര്യമാണ്. വികൃതം നമ്മുടെ ഐഡന്റിറ്റി നശിപ്പിക്കുന്നതാണ് പാപം. പാപം ആദാമിൽ കടന്നപ്പോൾ അവന്റെ സ്വരൂപം നഷ്ടപ്പെട്ട് പോയി. പാപത്തെ ഒരിക്കലും താലോലിക്കരുത്, പാപത്തെ ഒരിക്കലും എന്റർടൈൻ ചെയ്യരുത്. അത് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ശത്രുവായ പിശാചിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മെ അവന്റെ അടിമകളാക്കി തീർക്കുന്ന അവന്റെ ആയുധമാണ്. പാപത്തെ ഒരിക്കലും എന്റർടൈൻ ചെയ്യരുത്. ഒരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെത് വരുവാൻ നമ്മൾ സമ്മതിക്കരുത്. അത് വരുമ്പോൾ തന്നെ അതിനെ റിനൗൺസ് ചെയ്യണം. പൊക്കോളനം ഉടന്ന് കർത്താവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അതിനെ അപ്പോഴേ നീക്കിക്കളയണം. യു ഹാവ് നോ പ്ലേസ് ഇൻ മീ, ഐ ആം ഫോർ മൈ ലോഡ് ഓൺലി എന്നപ്പോ പറഞ്ഞിരിക്കണം. എന്റെ കർത്താവിനുള്ളവനാണ് ഞാൻ, അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്ക് എന്നിൽ സ്ഥാനം ഇല്ല. റിജക്റ്റ്. പാപത്തെ ഒരിക്കലും എന്റർടൈൻ ചെയ്യരുത്. കാരണം പാപം നമ്മുടെ വ്യക്തിയെ നശിപ്പിച്ച് കളയും. ആദാം പാപം ചെയ്തു, അവൻ അയോഗ്യനായി തീർന്നു. ഏദൻ തോട്ടത്തിലുള്ള അവന്റെ എക്സിസ്റ്റൻസ് അതോടുകൂടെ അവസാനിച്ചു. അവനെ പുറത്താക്കി കളഞ്ഞു. ആ വാഴ്ച അവിടെ അവസാനിച്ചു. അടുത്ത വാക്യം റോമർ 5:12, 17, 19 3 വാക്യങ്ങൾ വായിക്കണം. ദൈവം അങ്ങനെ ആദാമിന്റെ ലംഘനത്താൽ തന്റെ ഐഡന്റിറ്റി നഷ്ടമായി, താൻ ഡിസ്ക്വാളിഫൈഡായി, അയോഗ്യനായി അവിടെ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ അവന് വന്നു. അതിനുശേഷം ഒരു മനുഷ്യനെയും ഈ ലോകം പിന്നെ കണ്ടില്ല. ദൈവഹിതപ്രകാരമുള്ള മനുഷ്യന്മാര് എല്ലാവരും പാപികളായി, എല്ലാവരുടെയും മേൽ മരണം വാണു. അതാണ് നമ്മൾ വായിച്ചത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദ്യമായി ദൈവമുണ്ടാക്കിയ മനുഷ്യൻ പാപമില്ലാത്തവനും മരണമില്ലാത്തവനുമായിരുന്നു. അവന്റെ ഐഡന്റിറ്റി നശിച്ചു പോയി, ദ്രവത്വമുള്ളവനായിട്ട് അവൻ തീർന്നു. എന്നാൽ ഏകന്റെ ലംഘനത്താൽ മരണമായി ഏകൻ നിമിത്തം വാണു. ആ ഏകൻ എന്ന് പറയുന്ന ആദാമിന്റെ ലംഘനത്താൽ മരണം ആദാം നിമിത്തം വാണു. എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. റിസ്റ്റോറേഷൻ. ദൈവം ഒരു റിസ്റ്റോറേഷൻ കൊണ്ടുവന്നു. ഒരു ഏകൻ അഥവാ ആദാം മുഖാന്തരം എല്ലാവരും മരണത്തിന് കീഴ്പ്പെട്ടു പോയി. എന്നാൽ ഇതാ മറ്റൊരു ഏകൻ വരുന്നു. അവൻ മുഖാന്തരം ജീവനിലേക്ക്
തിരിച്ച് കൊണ്ടുവന്നു. ഇതാണ് വീണ്ടെടുപ്പ് മുഖാന്തരം ദൈവം ഇടയാക്കിയത്. ആ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ നമ്മളെ ദൈവം റിസ്റ്റോർ ചെയ്യുകയാണ്, നീതിമാന്മാരായി ജീവനുള്ളവരായി തിരിച്ചു കൊണ്ടുവരികയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഗലാത്യർ 3:27 ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ അടുത്തത് നീതീകരണം സംഭവിച്ചു, നമുക്ക് ജീവൻ തന്നു, നമ്മളെ നീതിമാന്മാരാക്കി തീർത്തു ദൈവം. എന്നിട്ട് പറയുകയാണ് ക്രിസ്തുവിനെ ധരിക്കുക. മനസ്സിലായല്ലോ? പഴയ മനുഷ്യനിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ആദാം പാപമില്ലാതിരുന്ന അവസ്ഥയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മളെ നീതീകരിച്ച് പുതിയൊരു ആത്മാവിനെ തന്ന് ജീവനുള്ളവരാക്കി തീർത്ത് ഇനി പറയാ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തു നമ്മുടെ മേൽ വരണം. കൊലോസ്യർ 3:10 തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. ഈ സൃഷ്ടിച്ചവന്റെ പ്രതിമ എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പ്രതിമയായിട്ട് ഈ ഭൂമിയിൽ വെളിപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് ആരാണ്? ആദാമിൽ നഷ്ടപ്പെട്ടു പോയവരല്ല നാം. ഇനി നാം ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. പിന്നെയോ പുതുമനുഷ്യന്മാരാണ്, പുതിയ മനുഷ്യന്മാർ. പഴയ റേസ്, ആദാമിൽ വന്ന ആ കുലം, തലമുറ ദൈവം അവിടെ അവസാനിപ്പിച്ച് പാപികളായിരിക്കുന്നവരെ പുതിയ തലമുറയിലേക്ക് പറിച്ച് നട്ടു. ഇതാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്വപുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച, തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം നന്ദിയുള്ളവരായിട്ട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മെ പറിച്ചു നട്ടു. ആദാമിന്റെ കുലത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാമിന്റെ കുലത്തിലേക്ക് പറിച്ച് നമ്മളെ നട്ടു. അവന്റെ ക്യാരക്ടർ തന്നു. അവനെ ധരിച്ച് ഇനി മുന്നോട്ട് പോകണം. അതാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പുനഃസ്ഥാപനം നശിച്ചു പോയ മനുഷ്യവർഗത്തെ തിരിച്ചു കൊണ്ടുവന്ന് പുതിയ ഐഡന്റിറ്റി ക്രിസ്തുവിൽ തന്ന് ക്രിസ്തുവിനെ പോലെയുള്ള വ്യക്തികളാക്കി തീർക്കുവാനുള്ള ഈ പ്രക്രിയയാണ് വീണ്ടെടുപ്പിലൂടെ ദൈവം സാധിച്ചത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി, ആ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിൽ വന്നിട്ട് ആദാം എന്തിനു വേണ്ടി ഉളവാക്കപ്പെട്ടുവോ അതേ കാര്യം നമ്മൾ ഇനി ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? ആദാമിനോട് ദൈവം പറഞ്ഞു നീ വാഴണം, എന്നാൽ അനുസരണക്കേട് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ക്രിസ്തുവിന്റെ കൈക്കീഴിൽ ലോകത്തെ വാഴാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും. ലോകത്തെ നമ്മൾ വാഴാൻ പോവുകയാണ്. ആദാമിൽ നഷ്ടപ്പെട്ടതിനെയാണ് കർത്താവ് പുനഃസ്ഥാപിച്ച് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമുക്ക് ചില വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. വെളിപ്പാട് 19:16 കർത്താവായ യേശു ക്രിസ്തു ഇനി വരുവാനുള്ള ലോകത്തോടുള്ള ബന്ധത്തിൽ അവൻ രാജാധിരാജാവാണ്, കർത്താതി കർത്താവാണ്. ആ രാജാധിരാജാവിന്റെ കീഴിൽ, കർത്താതി കർത്താവിന്റെ കീഴിൽ അവന്റെ രാജ്യവും പുരോഹിതന്മാരുമായി, അഥവാ അവന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവത്തെ സേവിക്കുവാനുള്ളവരാണ് ആർ? നമ്മൾ ഓരോരുത്തരും. മനസ്സിലായല്ലോ? ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സേവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതില്ലാതെ ദൈവത്തെ സേവിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. സ്വർഗത്തിൽ എല്ലാം സ്വർഗമായിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അവിടെ ദൈവം ഉണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ പഠിക്കുന്നത് അല്ലേ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൽ നടക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നടപ്പാക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം അവിടെ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ സ്വഭാവമില്ലാത്തവന് സ്വർഗത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ രാജ്യം നടത്തണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് വേണം. സ്നേഹം എന്താണെന്ന്, ദൈവസ്നേഹം എന്താണെന്ന് അറിയാത്തവന്
ദൈവരാജ്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? അവൻ തൻ്റെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നിന്നല്ല കാര്യങ്ങൾ ചെയ്യുക, പിന്നെയോ തൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് ആയിരിക്കും. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം. ദൈവമാണ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത്. എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്യുന്നത് എങ്കിൽ, എൻ്റെ പേര് വലുതാക്കാൻ വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്യുന്നതെങ്കിൽ, ദൈവസ്നേഹത്തിന് എന്നിൽ സ്ഥാനം ഇല്ല. ദൈവം ആ പ്രവൃത്തിയെ ആദരിക്കുകയും ഇല്ല. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും പലതും ചെയ്തു കൂട്ടും, പക്ഷേ പലതും നഷ്ടക്കച്ചവടമായിട്ട് അവസാനം പരിണമിക്കും. അതെന്താ കാരണം? നമ്മുടെ ഉദ്ദേശ്യശുദ്ധി ശരിയല്ല. നമ്മൾ ചെയ്യേണ്ട പോലെയല്ല അത് ചെയ്യുന്നു. ഞാൻ പറയാം, നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഒരു വർഷിപ്പാണ്. ശരിക്കും വർഷിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു യാഗം കഴിക്കുന്നത് പോലെയാണ്, ഒരു ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ വചനം സംസാരിക്കുന്ന ഒരു ആരാധന പോലെയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യം? എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അത് എന്നാൽ കഴിയുന്ന പൂർണ്ണ ശക്തിയോടെ ഞാൻ അത് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാ? എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ സഭയിൽ കടന്നു വന്ന് ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ, സഭയ്ക്ക് പുറത്ത് ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ സ്വന്തം കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അതാണ് ആരാധന. സ്വർഗത്തിൽ അത് അങ്ങനെ ആയിരിക്കും. നമ്മൾക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആയിരിക്കും. അവിടെ സ്വയത്തിന് ഒരു സ്ഥാനവും ഇല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും നമ്മൾ സീറോ ആയിരിക്കും, ദൈവമായിരിക്കും എല്ലാറ്റിലുമെല്ലാം. ആ ആറ്റിറ്റ്യൂഡ് എന്നിലില്ല എങ്കിൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല. ഈ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ഇവിടെ വെച്ച് പഠിക്കണം, ഇവിടെ വെച്ച് നമ്മൾ അഭ്യസിക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് വരുവാനുള്ള ലോകത്തിൽ ദൈവം ഉത്തരവാദിത്തങ്ങളെ തരാൻ പോകുന്നത്. ഇത് തിരിച്ചറിയണം നമ്മൾ. എല്ലാവരും വിശ്വസിച്ച എല്ലാവരും സ്വർഗത്തിൽ ചെല്ലും. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് കിട്ടും. പക്ഷേ പ്രതിഫലങ്ങൾ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ മറക്കരുത്. അവനവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, ശ്രദ്ധിക്കുക ആ പദം, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിത്തീരും അവിടെ ചെല്ലുമ്പോൾ. അത് പുനരുത്ഥാനത്തിൽ സംഭവിക്കും. പക്ഷേ പ്രതിഫലങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ വരുത്തുന്ന മാറ്റത്തിന് അനുസരിച്ചിട്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ മാറുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിറവേറുക? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതെങ്ങനെ നടക്കും? ഒന്നാമത് അത് എന്നിൽ നടക്കണം. കുറച്ച് മനസ്സിലായോ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിൽ നടപ്പാകണം. ഞാൻ നിന്നെ പോലെ ആകണം. അങ്ങനെ ഞാൻ ദൈവത്തെ പോലെയുള്ള ഒരു ക്യാരക്ടർ എന്നിൽ കടന്നു വരുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വർഗത്തിന്റെ പ്രവൃത്തികളായി ഈ ഭൂമിയിൽ പരിണമിക്കും. അപ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് മാറിയേ മതിയാകൂ, മാറ്റിയേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മൾ ഓട്ടമൊക്കെ തികച്ച് അവിടെ ചെല്ലും. പാട്ടിലൊക്കെ നമ്മൾ പാടും, ഓട്ടം തികച്ചു ഞാൻ അക്കരെ നാട്ടിൽ ഒട്ടും കണ്ണീരില്ല വീട്ടിലൊക്കെ എത്തും. അതൊക്കെ ശരിയാ. പക്ഷേ പ്രതിഫലങ്ങളുടെ കാര്യം വരുമ്പോൾ അപ്പൊ വിവരം അറിയും. തൻ്റെ ജീവനെ തൃണവൽഗണിച്ച് എപ്പോഴും മരണവും ജീവനും എന്നുള്ള രീതിയിൽ ജീവിച്ച പൗലോസ് അപ്പോസ്തലനും ഒരിക്കൽ പോലും ആരോട് സുവിശേഷം പറയാൻ മെനക്കെടാത്ത ഒരു വിശ്വാസിയും ഒരേ അളവിൽ അനുഗ്രഹിക്കപ്പെട്ടാൽ ദൈവം നീതിമാനാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്?
അത് നീതിയല്ല. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, വിരുദ് പ്രാപിപ്പാൻ ഓടുവിൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. ഈ ലക്ഷ്യം കർത്താവ് നമ്മിൽ സാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ഒന്ന് ഉണരാൻ സമയമായി പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ കീഴിൽ നമ്മൾ ഭരിക്കാൻ പോവുകയാണ് ലോകത്തെ. പക്ഷേ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ആവശ്യം ഇവിടെ വെച്ചേ ഉണ്ട്. അങ്ങനെ നാം തയ്യാറെടുക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആലോചനകൾ അതിനായിട്ട് നമ്മെ ത്വരിതപ്പെടുത്തട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവമക്കൾ എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പദ്ധതി. അതിനുവേണ്ടി ദൈവം ആദമിൽ ദൈവമക്കൾ എന്നുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും അത് ആദമിൻ്റെ അനുസരണക്കേട് മൂലം താൽക്കാലികമായി നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നീട് പാപികളായിട്ടുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിൽ മുഴുവനും നിറഞ്ഞത്. പല സന്ദർഭങ്ങളിൽ ദൈവം ന്യായവിധി നടത്തി. അവസാനം ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. രണ്ടാമത്തെ മനുഷ്യൻ, ഒടുക്കത്തെ ആദാം എന്നുള്ള രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവാണ് പിന്നെ ലോകം കണ്ട മനുഷ്യൻ, ദൈവഹിത പ്രകാരമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ തെറ്റിപ്പോയ ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ, ആദാമിൻ്റെ മക്കളെ തന്നോട് നിരപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ജഡശരീരത്തിൽ മരണം അനുഭവിച്ച് തൻ്റെ രക്തത്താലെ തൻ്റെ ജീവനെ നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ചു. അങ്ങനെ പിന്നെയും സ്ഥാനപരമായി നാം ദൈവമക്കൾ എന്നുള്ള അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്ഥാനപരമായി നമ്മൾ ദൈവമക്കളാണ്, പക്ഷേ സ്വഭാവപരമായി നമ്മൾ ദൈവമക്കളായി തീരണം. അത് നമ്മളുടെ കർത്തവ്യമാണ്. നാം അത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഉള്ളതാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ തന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ വി ആർ എക്യുപ്ഡ്. നമ്മൾക്ക് അതിനുള്ള എല്ലാ പരിതസ്ഥിതികളെയും അനുകൂലമാക്കി ദൈവം തീർത്തു. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ എങ്ങനെ നടന്നു എന്നുള്ളത് നമുക്ക് രേഖയാക്കി തരികയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അത് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സാധിക്കും എന്നുള്ളത് ദൈവം ഉറപ്പാക്കി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇനി അത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതിന് പ്രത്യേക കാരണമുണ്ട്. എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പുറകാലെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് അനേക മക്കളെ ഉളവാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് നമ്മൾ വിചിന്തനം ചെയ്താൽ ദൈവഭക്തിയുടെ മർമ്മം കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകും. അപ്പോൾ ദൈവഭക്തിയുടെ മർമ്മം ആരാണെന്ന് ചോദിച്ചാൽ ആ വാക്യം അത് കാണിക്കുന്നുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തികൾ ആണ് ദൈവഭക്തിയുടെ മർമ്മം. അതിനെ നമ്മൾ ഇത്തിരി കൂടെ വിശകലനം ചെയ്ത് പഠിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് മുതൽ തേജസ്സിൽ എടുക്കപ്പെട്ടതുവരെ തൻ്റെ ജീവിതമാണ് ദൈവഭക്തിയുടെ മർമ്മം. എങ്ങനെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. അവനെ നോക്കിയിട്ട് വേണം ദൈവഭക്തി എന്താണെന്ന് മനുഷ്യൻ പഠിക്കുവാനായിട്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവഭക്തിയെ
തുറന്ന് നമുക്ക് കാണിച്ചു തന്നത്. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് പിതാവ് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവനെപ്പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളുടെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നിലകൊള്ളുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനാണ്. എ ക്രിസ്ത്യൻ ഈസ് എ ക്രൈസ്റ്റ് ലൈക്ക് പേഴ്സൺ. ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ പോലെയുള്ള ഒരുവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു നമ്മളിൽ കൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിയായി നമ്മൾ നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ ഇല്ല. എന്നാൽ മറിച്ച് നമ്മളെ കാണുന്നവൻ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായാൽ വാസ്തവത്തിൽ ക്രിസ്തീയത്വം നമ്മളിലൂടെ ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ട ചുമതല തൻ്റെ മക്കളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് മറന്നുള്ള ഒരു ജീവിതം ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റ് ചില വാക്യങ്ങളിലൂടെ കടന്നു പോകാം. റോമാലേഖനം 8:29-30 നമ്മൾ വായിച്ചതാണ്. അതിൽ നമ്മൾ ഇങ്ങനെ കാണുകയുണ്ടായി, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ആദ്യജാതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ പുറകിൽ ഒരു സൈന്യം വരുന്നുണ്ട്. ആ സൈന്യം തന്നെ പോലെ തന്നെയുള്ള ഒരു സൈന്യം ആണ്. അവരാണ് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:2-3 വാക്യവും നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. പക്ഷെ അതിൻ്റെ 2 നമ്മൾ വായിച്ചത്. 3 കൂടെ ചേർത്ത് വായിക്കാം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ. അവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. ദൈവത്തെ ആർക്കും കാണാനായിട്ട് ഈ മനുഷ്യ ശരീരത്തിൽ സാധ്യമല്ല. കർത്താവിനെ കാണാനായിട്ട് മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ നമുക്ക് സാധ്യം അല്ല. കർത്താവിനെ, പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ കാണാനായിട്ട് പൗലോസ് അപ്പസ്തോലൻ ഒരിക്കൽ ഇടവന്നു. പക്ഷെ അവൻ അന്ധനായി തീർന്നു. കർത്താവിനെ മറ്റൊരിക്കൽ ഒരു ദർശനത്തിൽ യോഹന്നാൻ കാണാൻ ശ്രമിച്ചു, മരിച്ചവനെ പോലെ വീണു. എന്നാൽ നമ്മൾ അവനെ കാണും. അതർത്ഥമാക്കുന്നത് അവനെ കാണുവാൻ തത്തുല്യമായ ഒരു ശരീരം നമുക്ക് ദൈവം നൽകും. ആ ശരീരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് 2-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അവനോട് നാം സദൃശന്മാർ ആകും. എന്നിട്ട് 3-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താണ്? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. എന്താണ് ഈ പ്രത്യാശ? അവൻ വെളിപ്പെടും, അവനെ പോലെ നാം ആയിത്തീരും. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അതാണ് പ്രത്യാശ. പക്ഷേ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം എന്ത് ചെയ്യുമെന്നാ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഈ ഭാഗം നമ്മൾ പൊതുവെ കാണാറില്ല. ഈ ഭാഗം നമ്മൾ പൊതുവെ കാണാറില്ല. മറ്റേത് മാത്രം കാണും. 2-ാം വാക്യം, പ്രത്യാശ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് പ്രത്യാശയുണ്ടെങ്കിൽ പ്രത്യാശയ്ക്ക് അനുസാരമായ ഒരു ജീവിതവും ഉണ്ടാകണം. അല്ല എങ്കിൽ നമ്മളുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ അല്ല. കാരണം ജീവനുള്ള പ്രത്യാശയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കും, പ്രകടിപ്പിക്കും, പ്രവർത്തിക്കും. നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രത്യാശ അത് ജീവനുള്ള
പ്രത്യാശയാണ്. നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് റെസ്പോൺസിബിലിറ്റി? എൻ്റെ കർത്താവ് മടങ്ങി വരും, ഞാൻ അവനെ കാണും. അവനെ കാണുമ്പോൾ അവനെ കാണുവാൻ യോഗ്യമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റി എടുക്കും. അഥവാ അവനെ കാണുവാൻ എനിക്ക് യോഗ്യതയുള്ളത് തക്കവണ്ണം ഞാൻ അവനെ പോലെ ആകുവാൻ ശ്രമിക്കും. ഇതാണ് ഒരു ദൈവഭക്തൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. ഇതാണ് ഓരോ വിശ്വാസികളും ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. നമ്മളെ കർത്താവ് വീണ്ടെടുത്തു, സ്വർഗത്തിൽ പോവാം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുള്ള ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല. അതല്ല ദൈവ മനുഷ്യൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ കർത്താവിനെ പോലെ നാം ആയിത്തീരുവാൻ സർവ പ്രയത്നവും കഴിക്കേണ്ട ആവശ്യം നമ്മൾക്ക് ഉണ്ട്. കർത്താവിൽ പ്രത്യാശ വച്ചിരുന്ന ഭക്തന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരായിരുന്നു. ഭക്തന്മാർ അങ്ങനെ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് നമ്മളും ആ അവസ്ഥയിൽ തന്നെ നിർമ്മലീകരിക്കുന്ന പ്രക്രിയയിൽ കൂടെ കടന്ന് പോകണം. നിർമ്മലീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും നമ്മിൽ നിന്ന് അകറ്റി, ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മിൽ നിന്ന് അകറ്റി, കർത്താവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മളെയും ആക്കി തീർക്കുക, അവനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:4 അവിടെ നാം വായിക്കുന്നത്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞാൻ അവിടെ നിന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്ന പദം ദൈവ പ്രതിമയായ ക്രിസ്തു. ദൈവ പ്രതിമയായ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. അദൃശ്യനായ ദൈവത്തെ മനുഷ്യർക്ക് പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ പ്രതിമയാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ പോലെ നാം ആയിത്തീരണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആരെ പോലെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു കർത്താവ്. ഇനിയും എന്തെങ്കിലും പുതിയത് സ്വർഗത്തിൽ പോയി ദൈവത്തിൽ നിന്ന് കാണാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്കൊക്കെ ഈ പൊതുവെ ഈ ലിമിറ്റഡ്, നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് പരിമിതികളുള്ളതാണ്. നമുക്കറിയാലോ, അതിന് സ്ഥലവും കാലവും ഒക്കെ ഉണ്ട്. എല്ലാ ഡിമെൻഷനിലും ഒതുങ്ങി കഴിയുന്നവരാണ് അല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ റേസിസം ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിറത്തിൻ്റെ പേരിൽ, കൾച്ചറിൻ്റെ പേരിൽ, അതുപോലെ വർഗം ഏതാണ്, അതിൻ്റെയൊക്കെ പേരിലാണല്ലോ ഈ റേസിസം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊരു വിഷയം ഇല്ല. പിന്നെ എന്താ വിഷയമായിട്ടുള്ളത്? അകത്തെ വ്യക്തി എങ്ങനെയാണെന്ന് ഉള്ളത് മാത്രമാണ്. ഞാൻ അതിന് ചെറിയ എക്സാമ്പിൾസ് തരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പല രൂപത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി, പല രൂപത്തിൽ. പക്ഷെ അപ്പോഴൊക്കെ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് കർത്താവാണ്. അതെങ്ങനെ മനസ്സിലായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെ മനസ്സിലായെന്ന്? നമുക്കാണെങ്കിൽ, നമ്മളെ പോലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം അല്ലേ? പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് കർത്താവാണ്. പത്രോസ് വല വീശി രാത്രി മുഴുവൻ വീശിയിട്ടൊന്നും കിട്ടിയില്ല. രാവിലെ ആയപ്പോൾ യേശു കടൽക്കരയിൽ നിന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറ്റി വലയിട്ട് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. വലയിട്ടു, ഇഷ്ടം പോലെ മീൻ കിട്ടി. സഡൻലി അവരുടെ ബൾബ് കത്തി. എന്താണ്? കർത്താവ് പണ്ട് പത്രോസിനെ വിളിച്ചപ്പോൾ ഈ ഇവന്റ് നടന്നിട്ടുണ്ട്. പെട്ടെന്ന് യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. പത്രോസും വെള്ളത്തിലേക്ക് ചാടി, രണ്ടുപേരും അവിടേക്ക് ചെന്ന് ശിഷ്യന്മാരൊക്കെ ചെന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ദ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദ ബോഡി. നമ്മുടെ ശരീരമല്ല പ്രാധാന്യം അർഹിക്കുന്ന വിഷയം, പിന്നെയോ അകത്തെ മനുഷ്യനാണ്, അകത്തെ വ്യക്തിയാണ്. ആ വ്യക്തിയെയാണ് നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത്. ആ വ്യക്തിയെയാണ്
ദൈവാനുരൂപമായി മാറ്റേണ്ടത്. കാരണം ഇനി നമുക്ക് നിത്യതയിൽ ലഭിക്കുവാൻ പോകുന്ന ശരീരത്തിൽ ഞാൻ ഈ കാണുന്ന പോലെയൊന്നും ആയിരിക്കും ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ശരീരമൊക്കെ മാറും. എനിക്കൊരു ശരീരം കർത്താവ് തരും. ആ ശരീരത്തിൽ ഇരിക്കാൻ പോകുന്നത് എൻ്റെ വ്യക്തിയാണ്. മനസ്സിലായോ? ഞാൻ അതിന് ഇങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു മാരുതി സുസുക്കി ഒക്കെ ഇപ്പോൾ ഓടിക്കുന്നത്, പക്ഷെ എനിക്കൊരു ബെൻസ് കാർ ദൈവം തരാൻ പോവാ. പക്ഷെ ഓടിക്കുന്നത് ആരാ? ഞാനാണ്. മാരുതി സുസുക്കിയിൽ എല്ലാ ട്രാഫിക് റൂൾസും വയലേറ്റ് ചെയ്താൽ ഞാൻ ഓടിക്കുന്നതെങ്കിൽ ബെൻസ് കിട്ടിയാലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ശരിയല്ലേ? ബെൻസ് കിട്ടിയതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തേക്കാം. ഇല്ല പ്രിയമുള്ളവരെ, അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മുടെ വ്യക്തിയാണ് പ്രാധാന്യമുള്ളത്, ശരീരമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിത്യതയിൽ നമുക്ക് നൽകാൻ പോകുന്നത് ഒരു ശരീരമാണ്, പക്ഷെ അതിലിരിക്കാൻ പോകുന്ന വ്യക്തി ഇവിടെ വെച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ദൈവപ്രതിമയായ ക്രിസ്തുവിനെ പോലെ ആയി തീരേണ്ടത് ആവശ്യമാണ്. അവൻ ദൈവപ്രതിമയാണ്. മറ്റൊരു വാക്യം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവഭക്തനായി ജീവിച്ചു. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് വിശുദ്ധ ബൈബിള് സാക്ഷീകരിക്കുന്ന ഒരു വസ്തുതയാണ്. എബ്രായ ലേഖനം 5:7 നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവൻ ദൈവഭക്തൻ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, കർത്താവ് ദൈവപുത്രനല്ലേ? ദൈവപുത്രൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കർത്താവ് ഒരിക്കലും എടുത്തിട്ടില്ല. കർത്താവ് എപ്പോഴും തന്നെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രൻ എന്നാ പറയാറ്, അല്ലേ? ദൈവപുത്രൻ എന്ന് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ താൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തൻ്റെ പൂർവാസ്തിത്വത്തെക്കുറിച്ചും തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും ചോദ്യം ചെയ്യുന്ന വേളകളിൽ മാത്രമാണ്. കർത്താവിനെ ചോദ്യം ചെയ്യുന്ന വിസ്തരിക്കുന്ന വേളയിൽ മഹാപുരോഹിതനായ കയ്യഫാവ് ഒരു ചോദ്യം തന്നോട് ചോദിച്ചു, പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? അഥവാ അതിന്റെ അർത്ഥം, നീ ദൈവപുത്രനാണോ? കർത്താവ് ഉത്തരം പറഞ്ഞു, ഞാനാകുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇനി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. നമുക്കറിയാം, ഇത് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലെ വാക്യമാണ്. അത് മഹാപുരോഹിതന് മനസ്സിലാവും. ന്യായം വിധിക്കാനാണ് വരുന്നത്, അധികാരം ഏറ്റെടുക്കാനാണ് വരുന്നത്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെന്നാണ് താൻ പറഞ്ഞത്. പക്ഷെ അപ്പോഴും കർത്താവ് പറഞ്ഞ വാക്ക് ദൈവപുത്രൻ വരുമെന്നല്ല പറയുന്നത്, പിന്നെയോ മനുഷ്യപുത്രൻ. ഞാൻ പറയട്ടെ, മനുഷ്യപുത്രൻ എന്നുള്ള രീതിയിൽ ദൈവത്തോട് പൂർണ്ണ സമർപ്പണവും വിധേയത്വവും ആശ്രയവും ഉള്ളവനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഒരു കാര്യവും കർത്താവ് ദൈവപുത്രൻ എന്നുള്ള ആനുകൂല്യത്തിൽ നേടിയെടുത്തതല്ല. പിന്നെയോ അനുസരണമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് താൻ അതൊക്കെ നേടി എടുത്തത്. ഫിലിപ്പി ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കും, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനു മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവ് എന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോ അവനെ ഉയർത്തിയതിന്റെ കാരണം എന്താ?
അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവപുത്രൻ എന്നുള്ള രീതിയിലല്ല കർത്താവ് സകല നാമത്തിനു മേലായ നാമം സമ്പാദിച്ചത്. പിന്നെയോ അനുസരണമുള്ള മനുഷ്യൻ എന്ന അളവിലാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ നാം വായിച്ചത്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ന് പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ കരയുമായിരുന്നു പിതാവിനോട്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ കരയാറുണ്ട്? കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷയും അഭയയാചനയും പിതാവിലാണ് അവന്റെ എല്ലാ അഭയവും അവൻ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരുന്നു. കർത്താവിനെ കൊല്ലാനായിട്ട് അനേക ശ്രമങ്ങൾ നടന്നത് വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ നസറത്തിൽ വെച്ച് മലയുടെ മേളിൽ നിന്ന് തല കീഴായിട്ട് തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. തന്നെ പിടിച്ചു കൊല്ലാനായിട്ട് പുരോഹിതന്മാരും ശാസ്ത്രിമാരും അതുപോലെ പരീക്ഷന്മാരും പല ആവർത്തി ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? കാരണമാണ് എഴുതിയിരിക്കുന്നത്. ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു കർത്താവ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, കർത്താവ് ദൈവത്തെ, പിതാവിനെ പ്രസാദിപ്പിച്ചു. അടുത്ത വാക്യം യെശയ്യാവ് 11:1-3 വരെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ്. അവന്റെ പ്രമോദം യഹോവാഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഇത് ആരെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ പദം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യഹോവ ഭക്തിയിൽ പ്രമോദിക്കുന്നവനായിരുന്നു. യഹോവ ഭക്തിയുടെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനവും പരിജ്ഞാനവും അവനുണ്ടായിരുന്നു. കർത്താവ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രസാദിപ്പിക്കണം എന്നുള്ളത് അക്ഷരം പ്രതി തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഒരിക്കലും താൻ ദൈവപുത്രൻ എന്നുള്ളതിന്റെ ആനുകൂല്യമെടുത്തിട്ടല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ പല മതങ്ങൾക്കും കഴിയാതെ പോകുന്നതിന്റെ കാരണം അവൻ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൻ എക്സലൻസ് കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? അവനൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ അവൻ എക്സലൻസ് കാണിച്ചത് കൊണ്ട് അവൻ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ പലർക്കും കഴിയാതെ പോയി. അത് മനഃപൂർവ്വം ചെയ്തതാണ്. അതെന്താ അങ്ങനെ മനഃപൂർവ്വം ചെയ്തത്? അതിനുള്ള ഉത്തരം 1 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കയില്ല. എന്നാൽ അവൻ ക്രൂശിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആദാമിന്റെ മക്കൾക്ക് ഒരവസരം കൂടെ നൽകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ 100% വിജയിച്ചു. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ കർത്താവ്. എന്നാൽ അവൻ 100% മനുഷ്യനും 100% ദൈവവും ആയിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ ദൈവമായിരുന്നു. കാരണം ദൈവപ്രതിമയാണ്. ദൈവത്തിന്റെ പ്രതിമ എന്ന വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ദൈവം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നവൻ ആയിരുന്നു. കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ
കഴിയില്ല. അപ്പൊ ഈ ചിലര് എടുത്തിട്ട് ഇത് വായിച്ചിട്ട് ഇങ്ങനെ പറയാം, കണ്ടോ പിതാവ് ചെയ്ത് കാണിക്കുന്നതേ പുത്രന് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് യേശു ദൈവമൊന്നും അല്ലാതെ സ്ഥാപിക്കാനാണ് ഇത് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് നാളെ സൂര്യൻ 5:32 ഉദിക്കുന്നതിന് പകരം 5:40 ഉദിപ്പിക്കാൻ പറ്റും? പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ ചെയ്യണമല്ലോ, അല്ലേ? എത്ര പേർക്ക് നാളെ മഴ പെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഇങ്ങനെ മാറ്റി പെയ്യിക്കാനായിട്ട് പറ്റും? പിതാവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ ഒരു കണ്ടത്തിൽ മഴ പെയ്യും, മിസ്രൈമിൽ മഴ പെയ്യിക്കില്ല, അല്ലേ? അല്ല, മഴ മിസ്രൈമിൽ പെയ്യും, മാരി ഇസ്രായേലിൽ പെയ്യില്ല. അവിടെ ഇരുട്ടുണ്ടാവും, ഇവിടെ ഇരുട്ടുണ്ടാവില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? പിതാവിന് പറ്റും. ആർക്ക് പറ്റും? പുത്രനും പറ്റും. പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ പുത്രനും ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ വാക്കിൽ നിന്ന് തന്നെ അവൻ ആരാണെന്ന് മനസ്സിലാക്കാം. പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പുത്രനുണ്ടെങ്കിൽ അവൻ പിതാവിനേക്കാളും ഒട്ടും ചെറിയവനല്ല. പിതാവിനോട് അവൻ തുല്യനാണ്. നമുക്ക് മനസ്സിലാവും കർത്താവ് ആരാണെന്ന് ശ്രദ്ധിച്ചു വായിക്കുന്നു. പക്ഷെ അവൻ വെളിപ്പെടുത്തിയത് തന്റെ മനുഷ്യത്വത്തെയാണ്. ഞാനത് പറയുന്നതിന്റെ കാര്യം, അവൻ മനുഷ്യനായി പിതാവിൽ സമ്പൂർണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചവനാണ്. അതിന് പ്രതിഫലമായിട്ട് പിതാവ് ഈ ലോകത്തിന്റെ മുമ്പിൽ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മത്തായി 3:17 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പിതാവ് കൊടുത്ത സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ താൻ 30 വയസ്സുവരെ രഹസ്യ ജീവിതം നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടില്ലാത്ത രഹസ്യ ജീവിത കാലയളവിൽ എങ്ങനെയായിരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം പറയുകയാണ്. എന്താണ് സാക്ഷ്യം? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അതിന്റെ അർത്ഥം ഈ 30 വർഷക്കാലം അവൻ അവന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച് ജീവിച്ചപ്പോഴൊക്കെയും എൻ്റെ പ്രിയപുത്രനായിരുന്നു. അതാണ് പിതാവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് അനിഷ്ടമായത് അവൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞു. കർത്താവ് തന്റെ പ്രവർത്തന കാലഘട്ടം കഴിഞ്ഞ് ക്രൂശിലേക്ക് നടക്കാൻ പോവുകയാണ്. മറുരൂപ മലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാർ 3 പേർ അവിടെ ഉള്ളപ്പോൾ അവരുടെ മധ്യേ മോശയും ഏലിയാവും ഇറങ്ങി വന്നപ്പോൾ പിതാവ് പിന്നെയും സാക്ഷ്യം പറഞ്ഞു. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. പ്രവൃത്തിയുടെ കാലഘട്ടം കഴിഞ്ഞു. തനിക്ക് തന്നെ മഹിമയെടുക്കാതെ തന്റെ പ്രവൃത്തി മുഴുവനും പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഉത്തമനായ മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്ത കർത്താവ് മറുരൂപ മലയിൽ തന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിക്കുവാൻ മോശയോടും ഏലിയാവിനോടും കൂടി നിൽക്കുമ്പോൾ പിതാവ് സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിലൊക്കെയും പിതാവിനെ പ്രസാദിപ്പിച്ച പുത്രനായിരുന്നു, മനുഷ്യനായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ആരെയാണ് നോക്കേണ്ടത്? ഒരാളെ നോക്കിയാൽ മതി, അവനെ. ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എന്തൊക്കെയാണ്? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അത് തന്റെ സ്നാനത്തെ കുറിച്ച് പറയുന്നു. അതിനുശേഷം പരീക്ഷ സഹിക്കുവാൻ താൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി മരുഭൂമിയിൽ സമയം ചെലവിട്ടു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, സുവിശേഷം അറിയിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. സ്വർഗീയൻ ഇന്ന് സ്വർഗസ്ഥനായിട്ടിരിക്കുകയാണ്. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. എന്നിട്ട് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നാം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവനെ പിന്തുടരുക. അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികളോട് പറയുകയാണ്, അവനെയാണ് പിന്തുടരേണ്ടത്. കാരണം അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. 1 കൊരിന്ത്യർ 15:49 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും
ധരിക്കും. ആരെക്കുറിച്ചാണ് അത് പറയുന്നത്? നമ്മളെക്കുറിച്ചാണ് ആ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക തന്നു. അവൻ ദൈവപ്രതിമയാണ്. ആ പ്രതിമയെ നോക്കി കർത്താവിനെ നാം ഫോളോ ചെയ്ത് ആ പ്രതിമ നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ വാക്യം. മാത്രമല്ല, കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ദൈവഭക്തിയും ഈ ലോകത്തിലില്ല. കാരണം ദൈവത്തെ ഇവണ്ണം പ്രസാദിപ്പിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആദം. പക്ഷെ ആദമിനത് സാധിച്ചില്ല. ഇനി പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നാം. അതെന്താണ്? അവൻ്റെ അതേ ആത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. നമ്മൾ പാപികളാണ്. പക്ഷെ ആ പാപത്തെ ജയിച്ച് കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രദർശിപ്പിക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി നാം ഉപയോഗിക്കുന്നുവെങ്കിൽ ഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്കും സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ മഹത്വം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുള്ള, ഇടപെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാറില്ല എന്നുള്ളതാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മൾ സാധാരണ വായിച്ചങ്ങ് പോകും, പക്ഷെ നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് എഴുതുന്ന വ്യക്തിയുടെ എക്സൈറ്റ്മെന്റ് നോക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇത് എഴുതിയ വ്യക്തിക്ക് വൈകാരികമായി ഭയങ്കര തള്ളലുണ്ട് ഇത് എഴുതുമ്പോൾ. അത് ആ വാക്കുകളിൽ പ്രകടമാണ്. അതെന്താണ്? ആദ്യം മുതലുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അവനെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഈ കണ്ണ് അവനെ കണ്ടു. ആരാണ്? വചനമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ് യോഹന്നാനി പറയുന്നത്. ഞങ്ങൾ അവനെ കണ്ടു. ഞങ്ങൾ കേട്ടിരുന്നതാണ്. പഴയ നിയമത്തിൽ മുഴുവൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കേട്ടതാണ്, പക്ഷെ ഞങ്ങൾ അവനെ കണ്ടു. മാത്രമല്ല, ഞങ്ങൾ നോക്കി. അതെന്ത് ഈ നോക്കി എന്ന്? അവനെ നോക്കിയിട്ട് ആരും ജീവനോടെ ഇരിക്കുകയില്ല എന്ന് മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മോശയാണ് പഴയ നിയമത്തിൽ ഏറ്റവും ദൈവത്തെ അടുത്തറിഞ്ഞ മനുഷ്യൻ. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, നീ എന്നെ കാണില്ല, എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. അപ്പൊ യോഹന്നാൻ പറയാം, ഞങ്ങൾ അവനെ നോക്കി. പിന്നെയോ, ഞങ്ങളുടെ കൈ തൊട്ടു. ഞങ്ങൾ അവനെ തൊട്ടു നോക്കിയതാ. ആരെ? ആദ്യം മുതലുള്ളവനെ. ഞങ്ങൾ കേട്ടവനെ. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ച് അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് പോയി. ചെറുപ്പം മുതൽ ഇത് വായിച്ച് ആ എക്സൈറ്റ്മെന്റ് നമുക്കില്ല. എന്താ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അദൃശ്യനായിരുന്ന സർവശക്തൻ ഞങ്ങളുടെ മധ്യ വന്നു വസിച്ചു. അതാണ് ഈ പറയുന്നത്. ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ നോക്കി, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടു. അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യം അല്ല. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് വായിച്ചാലും ലേഖനം എടുത്ത് വായിച്ചാലും ഈ എക്സൈറ്റ്മെന്റ് യോഹന്നാനിൽ എപ്പോഴും നിലനിന്നിരുന്നു. നമ്മളിൽ ഈ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം, നമ്മൾ വാസ്തവത്തിൽ യേശു കർത്താവ് എന്ന് പറയുകയും യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യേശുവിനെ ശരിക്കും നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അപ്പസ്തോലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സൂക്ഷിച്ചൊന്ന് നോക്ക്.
അതെന്താ കാരണം എന്നറിയോ? അവനെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അവൻ്റെ ബ്യൂട്ടി, മനോഹാരിത നമ്മൾ കാണാൻ തുടങ്ങുക. അവൻ്റെ വ്യക്തി മാഹാത്മ്യത്തെ നമ്മൾ ശരിക്ക് കാണാൻ തുടങ്ങുമ്പോഴാണ്, അവൻ്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ ആരാധന ഉണ്ടാകുന്നത്. എന്താണ് ഈ ആരാധന? ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മഹത്വത്തെ ദർശിച്ചിട്ട് എനിക്ക് അവനെ സ്തുതിക്കുവാൻ, അവനെ സ്തോത്രം കരയറ്റുവാൻ, മഹത്വം കരയറ്റുവാൻ തോന്നുന്ന ആ ഇന്നർ ഫീലിംഗ് ആണ് ആരാധന. ആ ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ വ്യക്തിയുടെ മഹത്വത്തെ നമ്മൾ ശരിക്കും കാണണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമ്മൾ കാണുമ്പോഴാണ് എനിക്ക് അവനോട് ആരാധന ജനിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അവന്റെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അവനോട് ആരാധനയുണ്ട്. കാരണം അതുപോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതെന്താ കർത്താവേ എന്ന് ചോദിച്ചാൽ, കർത്താവ് സ്നേഹിക്കുന്ന സ്നേഹം വളരെ വ്യത്യസ്തമാണ്. അതെന്താ? എന്നെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടതാണ്, അപ്പോൾ എന്നെ സ്നേഹിച്ചതാണ്. കാരണം അന്ന് തന്നെ എൻ്റെ പേര് എഴുതി വെച്ചതാ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുമ്പോൾ ഈ അറുക്കപ്പെടുന്നവൻ അവനെ വിശ്വസിക്കുവാനായിട്ട് ദൈവം എന്നെ അന്നേ കണ്ടതാ. അവൻ മുന്നറിഞ്ഞതാ. നമ്മൾ അന്ന് താൻ സ്നേഹിച്ച ആ സ്നേഹം ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഞാൻ അവനെ അറിയാതെ ഈ ലോകത്തിൽ പാപിയായി നടന്നപ്പോഴും അവന്റെ സ്നേഹത്തിനൊരു കുറവും വന്നില്ല. അവനെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുസരണക്കേടിൽ നടക്കുമ്പോഴും അവന്റെ സ്നേഹത്തിനൊരു കുറവും വന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. ഈ ബലഹീനനായിരിക്കുന്ന എന്നെ എന്റെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ സ്നേഹിച്ചു. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പ്രാണൻ നൽകി സ്നേഹിച്ചു. ആ സ്നേഹം ഇന്ന് വരെയും മാറിയിട്ടില്ല. അവന്റെ സ്നേഹം ഇന്നും ഒരു കുത്തൊഴുക്ക് പോലെ എന്റെ മേലെ കൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളോടുള്ള ബന്ധത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അവന്റെ സ്നേഹത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയാണ്. അത് നമ്മെ കവിഞ്ഞു പോകുന്ന കാര്യമാണ്. കാരണം ഞാൻ എന്തു ചെയ്തു എന്നൊന്നും കർത്താവിനെ സ്നേഹിക്കുന്നതിനൊരു തടസ്സം അല്ല. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ അവന്റെ സ്നേഹത്തെ കാണുമ്പോൾ പിന്നെ എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അവന്റെ വ്യക്തിത്വം അത്ര ഉന്നതം ആണ്. ഇതാണ് ആരാധനയുടെ ബേസിക്സ്. അതാണ് അതിന്റെ ബേസിക്സ്. അതിനപ്പുറത്ത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കുണ്ടാകുന്ന വികാരത്തിന്റെ തള്ളലാണ് വാസ്തവത്തിൽ ഞാൻ വീണവനെ ആരാധിക്കാൻ ഇടയാക്കുന്നത്. സ്വർഗത്തിലെ ആരാധനയെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. 24 മൂപ്പന്മാരും ജീവികളും ഒക്കെ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് വന്ദിച്ച് വീഴുകയാണ്. ഓരോ പ്രാവശ്യവും ദൂതന്മാർ ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കുമ്പോൾ ഇവർ എഴുന്നേറ്റ് വീഴുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നി ഇതെന്താണോ ഈ സംഭവം, അല്ലേ? ഇതെന്താ എപ്പോഴെപ്പോഴും ഒരു വീഴുന്നത്? എന്താ കാരണം എന്നറിയോ? ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ മഹത്വത്തെ, അവന്റെ പ്രവൃത്തിയെ അവർ കാണുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പിന്നെ പറ്റില്ല. അവർ കവിഞ്ഞ് വീണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ പറയുന്നത്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സകല ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും അനേകരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയണേ? അനേകരെ. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയണേ, അവർ ഭൂമിയിൽ വാഴുന്നു. അപ്പൊ വളരെ വ്യക്തമാണ്, ഇവരല്ല അവര്, അല്ലേ? ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ചിലരെ നീ വാങ്ങി, അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കവിണ്ണ് വീണ് ആരാധിക്കുക. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ വാങ്ങിയവർക്ക് അത്ര നന്ദിയൊന്നും ഈ വാങ്ങിയവർക്ക് അത്ര നന്ദിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് വളരെ വിരോധാഭാസമാണ്, അല്ലേ? വാങ്ങിയതിന്റെ പേരിൽ സ്വർഗത്തിലെ ജീവികൾ ദൈവത്തിന്റെ മുമ്പാകെ കവിണ്ണു വീഴുക.
പക്ഷെ വാങ്ങിയവര് അത്രമാത്രം നന്ദി കാണിക്കാറില്ല. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ കാണുന്ന ദൈവത്തെ അവർ കാണുന്നത് പോലെ നാം കാണുന്നില്ല. അതാ വിഷയം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നാം ഏറ്റുപറയുന്ന അപ്പോസ്തലനെ, ദൈവപുത്രനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു സത്യം പറയാം. ഈ വിഷയം പഠിച്ചു വന്നപ്പോൾ, അവന്റെ വ്യക്തിത്വത്തിന്റെ മനോഹാരിത ഞാൻ മനസ്സിലാക്കിയപ്പോൾ, അവനേക്കാൾ വലിയവനായിട്ട് പിന്നെ എൻ്റെ കണ്ണിൽ ആരും ഇല്ല. ഈ കർത്താവിനെ പോലെ വേറെ ഒരുത്തനുമില്ല ഈ ലോകത്തിൽ. അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നതിനേക്കാളും മെച്ചമായ, മനോഹരമായ, ഉന്നതമായ ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. നമ്മൾ പാടാറുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. പക്ഷെ അവൻ അങ്ങനെ തന്നെയാണ്. അവന്റെ ഓരോ സ്വഭാവം എടുത്ത് നാം പഠിച്ചാൽ, നമ്മൾ ദൈവം അനുവദിക്കുന്ന പക്ഷം 14 സ്വഭാവങ്ങൾ എടുത്ത് പഠിക്കും, കർത്താവിന്റെ സ്വഭാവങ്ങൾ. പക്ഷേ അവന്റെ ഓരോ സ്വഭാവങ്ങളും നാം എടുത്ത് പഠിച്ചാൽ 7 അയൽപ്പക്കത്ത് നിൽക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല. അവൻ അത്ര ഉന്നതനാണ്. നമ്മൾ ദൈവഭക്തന്മാരാകുമ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് എത്ര വലുതാണെന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാവുക. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന തലയോളം നാം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ്. ക്രിസ്തീയത്വം, അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവഭക്തന്മാരായി തീരുമ്പോഴാണ്. അതെന്താണെന്നറിയോ? ഓരോ ദിവസം ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ കർത്താവിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് പുതിയ ചാലഞ്ചാണ്. എന്താണ്? എനിക്ക് എത്തണം. ഇതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. താൻ എബ്രായനാണ്, ബെന്യാമീന്യനാണ്, അതൊക്കെ ലിസ്റ്റൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, അത് എണ്ണിയെന്ന് മാത്രമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ശ്രദ്ധിച്ചോ വാക്കുകൾ? എന്റെ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അവനെ ഞാൻ കണ്ടപ്പോൾ, അവന്റെ വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ, എന്റെ മനസ്സിലുണ്ടായ വികാര തള്ളൽ നിമിത്തം അവനെ ഞാൻ കണ്ടപ്പോ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അതിനേക്കാളും വിലയേറിയതായിട്ട് പിന്നെ ഒന്നും ഈ ലോകത്തിൽ ഇല്ല. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. മനസ്സിലായോ? യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യം നാം മനസ്സിലാക്കുമ്പോൾ, ദൈവപുത്രൻ വെളിപ്പെടുത്തിയ ദൈവിക സ്വഭാവങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ, ബാക്കിയൊക്കെ വെറും ഛേദമായി തീരും. ചവറായിട്ട് പിന്നെ അതൊക്കെ തീരും. കാരണം അത് അത്ര ബ്യൂട്ടിഫുള്ളാണ്, അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് അവന്റെ ക്യാരക്ടർ. 3:11 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അവന്റെ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അപ്പസ്തോലനായ പൗലോസാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കർത്താവിനെ അനുഗമിച്ച ഒരു മനുഷ്യൻ. ഒരു സ്റ്റേജിൽ കർത്താവിന്റെ ദാസൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ? എന്നെ അനുഗമിക്കാൻ പറയാൻ എനിക്ക് ഇപ്പോഴും ധൈര്യമില്ല. കാരണം എന്നിൽ കുറവുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പസ്തോലൻ അത്രമാത്രം കർത്താവിനോട് അനുരൂപനായി തീരാൻ ശ്രമിച്ചിട്ട് ആ കോൺഫിഡൻസിൽ നിന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, എന്റെ അനുകാരിയാകുക. ഈ അപ്പസ്തോലൻ പറയുകയാണ്, ഈ സ്റ്റേജിലെത്തുമ്പോൾ അപ്പസ്തോലൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്ന് നിരൂപിക്കുന്നില്ല. പിന്നെയോ, എനിക്കും പിടിക്കാമോ എന്ന് വെച്ച്
പിന്തുടരുന്നതേയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന്റെ ദിവ്യ സ്വഭാവം അത് അത്രമാത്രം ഉന്നതമാണ്. ഞാൻ പിടിച്ചിട്ടില്ല, പിടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് താൻ പറയുക, ഞാൻ പിമ്പിലുള്ളതിനെ മറന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞം കൊണ്ട് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നേ? പരമ വിളി. എന്താ ഈ പരമവിളി? അവനെ പോലെ ആകണം. മനസ്സിലായല്ലോ? അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അനുഭവിച്ചറിയണം, അവന്റെ മരണം എനിക്ക് അനുഭവിക്കണം, അവനെ പോലെ ആകണം. അതാ എന്റെ വിളി. അതിനുവേണ്ടി ഞാൻ ഓടുകയാണ്, പിറകിലുള്ളതൊക്കെ വിട്ടിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പൗലോസിന്റെ എൻകൗണ്ടറാണ്. പത്രോസ് പറഞ്ഞത് എന്താണ്? പത്രോസ് പറഞ്ഞത് 2 പത്രോസ് 1:16 തൊട്ട് 18 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. അന്നത്തെ ആ രംഗം അപ്പസ്തോലന് മറക്കാൻ പറ്റിയിട്ടില്ല. ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത പോലെ വെള്ളയായ വസ്ത്രം ധരിച്ച് മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നവനായി കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തോടെ നിൽക്കുന്ന ആ കാഴ്ച പത്രോസിന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലേഖനം എഴുതുമ്പോഴേക്കും താൻ മരിക്കാറായി. ഏകദേശം അവസാന കാലഘട്ടത്തിൽ എഴുതുന്നത്. പക്ഷെ അപ്പോഴും പച്ചയായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അന്ന് മറുരൂപമലയിൽ കണ്ട കാഴ്ച. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ മഹത്വത്തെ നാം കാണണം. അവനാണ് ദൈവഭക്തിയുടെ എക്സലൻസ്, മഹത്വം. ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ കർത്താവാണ്. ദൈവഭക്തിയുടെ എക്സലൻസ് നമ്മുടെ കർത്താവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിനെ പോലെ ആയിത്തീരുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവന്റെ ദിവ്യമായിരിക്കുന്ന ആട്രിബ്യൂട്ട്സ്, സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതം അതൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് പിന്നെ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീണു എഴുന്നേറ്റ് നടക്കുന്ന ഒരു നടപ്പല്ല അത്. പിന്നെയോ ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ശരിക്ക് മനസ്സിലാകും. ലോകത്തിന് നമ്മെ പിന്നെ ചവിട്ടാൻ കിട്ടില്ല. നാം പെരുമ്പാമ്പിനെയും ഒക്കെ ചവിട്ടുന്നവരായിരിക്കും. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലായോ? പാപം നമ്മെ പിടിച്ചു വെക്കില്ല. പിന്നെ നാം പാപത്തിന്റെ മേൽ ജയമുള്ളവരായിരിക്കും. കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ കൂടെ പ്രത്യക്ഷമാകുമ്പോൾ, പിന്നെ പാപത്തിനോ ഈ ലോകത്തിൻ്റെതായ ഒരു ശക്തിക്കോ നമ്മെ പിടിച്ചു വെക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമ്മിൽ നിറവേറുന്നത്. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളത്. ആ ശക്തി നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. അത് എക്സർസൈസ് ചെയ്യണമെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരണം, ദൈവഭക്തന്മാരായിത്തീരുന്നതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.